2027 CID മൂസ 2 ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ ജോണി ആന്റണി ഒരു പൊതുസമൂഹത്തിന് മുന്നേ വന്ന് സംസാരിച്ചത്. മൈക്ക് കിട്ടിയ ആവേശത്തിൽ ജോണി ആന്റണി 2027 CID മൂസ 2 ഉണ്ടാകുമെന്ന് വളരെ കുട്ടിഘോഷിച്ചാണ് ആഘോഷിച്ചത്. എല്ലാറ്റിലും ഉപരിയായിട്ട് ഞാൻ പറയുന്നു 2027 CID മൂസ 2 കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും കൂടുതൽ ആരാധകർ ചോദിച്ചുകൊണ്ടിരുന്ന സിനിമയും CID മൂസയുടെ രണ്ടാം ഭാഗം എപ്പോഴായിരിക്കും എന്നതാണ്. അപ്പോഴൊക്കെ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നതല്ലാതെ ഒന്നും ഉണ്ടായില്ല. പക്ഷെ അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ 2027 CID മൂസ 2 ഉണ്ടാകുമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് എത്തിയത് എന്ന് നമുക്കിന്ന് ആദ്യം പരിശോധിച്ചാലും. 2017 നടിയെ ആക്രമിച്ച കേസിന് ശേഷം ദിലീപിന് തുടർച്ചയായ ഹിറ്റുകൾ ഒന്നും തന്നെയില്ല. ഒരുപക്ഷെ രാമലീല മാത്രമായിരിക്കും ആ സമയത്ത് ദിലീപിനുണ്ടായിരുന്ന ഒരു ഹിറ്റ്. അതിനുശേഷം ഇറങ്ങിയ എല്ലാ സിനിമകളും ദിലീപിന് അത്ര വലിയ ഹിറ്റുകളോ ഒന്നുമായിരുന്നില്ല. പരാജയങ്ങൾ, കൊടും പരാജയങ്ങൾ ഒക്കെ തന്നെ സംഭവിച്ച വർഷങ്ങളായിരുന്നു പിന്നീട് കണ്ടത്. പിന്നീട് കുറച്ച് സിനിമകളൊക്കെ അത്യാവശ്യം നല്ലതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും തിയേറ്ററിൽ ബോക്സ് ഓഫീസിൽ വലിയ വിജയമാക്കി മാറ്റാൻ കഴിഞ്ഞില്ല. കമാര സംഭവം എന്ന 2019 ഇറങ്ങിയ സിനിമ ഒരുപക്ഷെ ഗംഭീരമായ പടമായിട്ട് പലരും വാഴ്ത്തിയെങ്കിൽ പോലും അതിൻ്റെ രണ്ടാം ഭാഗം ഇറക്കണമെങ്കിൽ തിയേറ്ററിൽ ആ സിനിമയുടെ ഒന്നാം ഭാഗം വിജയിക്കണമെന്ന് അതിൻ്റെ തിരക്കഥാകൃത്തായ മുരളി ഗോപി പറഞ്ഞിരുന്നു. രണ്ടാം ഭാഗത്തെ പറ്റി ഇനിയൊരു ചർച്ചയില്ലാത്തതിൻ്റെ അർത്ഥം ഒന്നാം ഭാഗം പരാജയമായി എന്നത് തന്നെയാണ്. അതുകൊണ്ട് അവിടെയും കാര്യം വ്യക്തമാണ്. വോയിസ് ഓഫ് സത്യനാഥൻ എന്ന ദിലീപിൻ്റെ ഹിറ്റ് ചിത്രങ്ങളിൽ ഒന്നായിട്ട് പല പ്രേക്ഷകരും വിശ്വസിച്ചിരുന്ന സിനിമ പരാജയമാണെന്ന് അതിൻ്റെ നിർമ്മാതാവായ NM ബാദുഷ തന്നെ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ തുറന്നു പറയുകയും ചെയ്തു. അപ്പോൾ ഹിറ്റ് എന്ന് പ്രതീക്ഷിച്ചിരുന്ന സിനിമ അതും ഫ്ലോപ്പായി. പിന്നീട് ഇറങ്ങിയ പല സിനിമകളും ഇതനുസരിച്ച് ഫ്ലോപ്പായി മാറിക്കൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ തന്നെ റിലീസായ ബബ്ബബ്ബ എന്ന സിനിമയ്ക്ക് തുടക്കത്തിൽ ഫാൻസിൻ്റെ ഭാഗത്തുനിന്ന് ഗംഭീരമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ പടം നിലംപരിശാവുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ബബ്ബബ്ബ ഒരുപക്ഷെ ദിലീപിൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പായിരുന്നു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതുകൊണ്ട് തന്നെയാണ് മോഹൻലാലിനെ കൊണ്ടുവന്നതും വിജയ് റെഫറൻസ് ആഡ് ചെയ്തതും ഗില്ലി യൂണിവേഴ്സ് കൊണ്ടുവന്നതും അങ്ങനെ പല ഗിമ്മിക്കുകളും കാണിച്ച് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടുള്ള പല സംഭവങ്ങളും ആ സിനിമയ്ക്കകത്ത് ചെയ്തു. ഒരുപക്ഷെ റെട്രോ പാട്ടുകളായ രാരവേണുവും സോനാസോനയും ഒക്കെ കൊണ്ടുവന്ന് ആ പാട്ടുകളൊക്കെ കൊണ്ടുവരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതുപോലെ റിപ്പീറ്റ് ഓഡിയൻസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ്. പക്ഷേ അതും സംഭവിച്ചില്ല. ദിലീപിൻ്റെ ഫാൻ ബേസ് പൂർണ്ണമായും തകർന്നുപോയി എന്നുള്ള ഡോട്ടിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു എന്ന് വേണം തന്നെ പറയാൻ. മോഹൻലാലിനെ കൊണ്ടുവന്നിട്ട് പോലും ചിത്രം വിജയിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ചോദ്യചിഹ്നം ഉയരും. എൻ്റെ കരിയർ അവസാനിച്ചോ എന്നുള്ളത്. ദിലീപ് ഇനി ചെയ്യാൻ പോകുന്ന സിനിമ ജഗൻ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമയാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, അതിൻ്റെ റിലീസിന് വേണ്ടി കാത്തിരിക്കുക. ദിലീപിന് ഇനിയുള്ള സിനിമകൾ ലൈനപ്പുകളൊക്കെ തന്നെ ചില പുതുമുഖ സംവിധായകരുമായിട്ടൊക്കെയാണ്. പല ബ്രഹ്മാണ്ഡമായ സംവിധായകരുമായിട്ടുള്ള ചർച്ചകളുണ്ടെന്നൊക്കെ ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചിദംബരവുമായിട്ട് ദിലീപ് ഒരു സിനിമ ചെയ്യാൻ പോവുകയാണെന്നുള്ള റൂമറുകൾ വന്നതിന് പിന്നാലെ ചിദംബരം തന്നെ അത് ക്ലാരിഫൈ ചെയ്തു. ഇതുപോലുള്ള ട്രാഷുകളൊന്നും കൊണ്ടുവരരുത് എന്നുള്ളതാണ്. അതായത് ഇതുപോലുള്ള ചവറ് വാർത്തകളൊന്നും കൊണ്ടുവരരുത് എന്നുള്ളത്. അതായത് ദിലീപുമായിട്ട് സിനിമ ചെയ്യുന്നില്ല എന്ന് ചിദംബരം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ദിലീപുമായിട്ട് പല സംവിധായകരുടെ പേരുകളും കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും രംഗത്തെത്താറുണ്ട്. ചില സംവിധായകർ ചിദംബരത്തെ പോലെ അത് അപ്പാടെ തിരസ്കരിക്കാറുണ്ട്, ചിലർ മൗനമായി ഇരിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം ഈ പ്രോജക്റ്റുകളെല്ലാം ഓൺ ആകും എന്നല്ല. ഇപ്പോൾ ജോണി ആന്റണി CID മൂസ 2 വരാനുള്ള കാരണം എന്താണ്? ദിലീപിന് ഒരു ഹിറ്റ് വളരെ അനിവാര്യമാണ്. ഒരുപക്ഷെ ഓക്സിജൻ മാസ്ക് ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ദിലീപ് നിൽക്കുന്നത്. അപ്പോൾ ദിലീപിനൊരു ഹിറ്റ് വേണം, ശ്വാസം കിട്ടണം. അല്ലെങ്കിൽ തുടർച്ചയായ പരാജയങ്ങൾ ദിലീപ് എന്ന നടനെ തന്നെ ബാധിക്കാൻ തുടങ്ങും. പ്രിൻസ് ആൻഡ് ഫാമിലി ഹിറ്റാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ദിലീപിൻ്റെ സിനിമകളുടെ ഹിറ്റ് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾ പ്രിൻസ് ആൻഡ് ഫാമിലി ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കളക്ഷൻ വൈസ് ഒന്ന് സംസാരിക്കാൻ ധൈര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരാം. കാരണം അങ്ങനെ നിൽക്കുകയാണ് ദിലീപിൻ്റെ കരിയർ എന്നത് പറയാതിരിക്കാൻ കഴിയില്ല. പവി കെയർടേക്കർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് വിനീത് എന്ന സംവിധായകൻ തന്നെ പറഞ്ഞു, കുറച്ചധികം പ്രശ്നങ്ങൾ ഞാൻ കൺസീവ് ചെയ്തതുപോലെ പവിയല്ല ഉണ്ടായിട്ടുള്ളത്. അവിടെ തന്നെ ഒരു ക്രിയേറ്റീവ് ഡിഫറൻസ് സിനിമയുടെ റിലീസിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അങ്ങനെ ദിലീപിൻ്റെ പല സിനിമകളും ഈ അടുത്തിടയ്ക്ക് റിലീസിന് ശേഷം ഇതുപോലുള്ള പല സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും വെളിപ്പെടുത്തലുകളും വന്നിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പോൾ ദിലീപിന് ഏറ്റവും ഒടുവിലൊരു ശ്വാസം വേണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 2027 CID മൂസ 2 വരും എന്ന് പറയാനുള്ള കാരണവും അത് തന്നെയാണ്. കാരണം ഇനി ദിലീപിന് ഒരേ ഒരു രക്ഷയുള്ളൂ, പണ്ട് ഹിറ്റായ ഏതെങ്കിലും സിനിമയുടെ രണ്ടാം ഭാഗം ഇറക്കി കളിക്കുക എന്നുള്ളതാണ്. അതിൽ ദിലീപ് ഉന്നം വെക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട സിനിമകളാണ്. ഒന്ന് CID മൂസ, മറ്റൊന്ന് വാളയാർ പരമശിവൻ.
വാളയാർ പരമശിവന്റെ രണ്ടാം ഭാഗം, അതായത് റൺവേയുടെ രണ്ടാം ഭാഗമായ വാളയാർ പരമശിവം ഉണ്ടാവുമെന്നൊക്കെ അപ്പോൾ മുതലുള്ള വാർത്താമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതൊന്നും ഉണ്ടായില്ല. പിന്നീടും അതൊക്കെ ഫാൻ ബേസും ഫാൻ തിയറീസും ഒക്കെ മാത്രമായിട്ട് ഒതുങ്ങി. ഇനിയിപ്പോൾ CID മൂസയിലേക്ക് വരാം. അതാണല്ലോ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സംവിധായകൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ജോണി ആൻ്റണി CID മൂസ 2 ഉണ്ടാകുമോ എന്ന് നേരത്തെ തന്നെയുള്ള ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് മൂസയും ആ പട്ടിയും തന്നെ ധാരാളമാണ്, ഞാൻ രണ്ടാം ഭാഗം എടുക്കുമെന്ന് ഈ സംവിധായകൻ ഇതിനു മുന്നേയും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്ര എളുപ്പമാണോ കാര്യങ്ങൾ? ദിലീപ് തന്നെ പല സിനിമകളുടെയും അഭിമുഖ സമയത്ത് പറയാറുണ്ട്, എനിക്ക് കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സഹതാരങ്ങൾ, അന്ന് എൻ്റെ കൂടെ നട്ടല്ലായി നിന്ന താരങ്ങളൊന്നും തന്നെ എനിക്കിപ്പോൾ ചുറ്റുമില്ല എന്നുള്ളത് തന്നെയാണ്. കൊച്ചിൻ ഹനീഫ, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഇതുപോലുള്ള താരങ്ങളൊക്കെ CID മൂസയ്ക്ക് നൽകിയ സംഭാവന എന്താണെന്നുള്ളത് നമുക്കറിയാം. ക്യാപ്റ്റൻ രാജു ആയിക്കോട്ടെ, അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട പല പല താരങ്ങളും അന്ന് ക്രിയേറ്റ് ചെയ്ത ആ ഡിഫറൻസ് എന്താണെന്നുള്ളത് ഇന്ന് മനസ്സിലാക്കാൻ കഴിയും. ജഗദീഷ് ശ്രീകുമാർ ഉണ്ടാക്കിയ ഓളം എന്താണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ആരോഗ്യപരമായ അസുഖങ്ങൾ നിലവിൽ നിൽക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അഭിനയിക്കാൻ കഴിയില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ സലീം കുമാറും ഹരിശ്രീ അശോകനുമാണുള്ളത്. ഹരിശ്രീ അശോകൻ ഇപ്പോഴും ഹ്യൂമർ ചെയ്തുകൊണ്ടിരിക്കുന്ന താരമാണ്. അതുകൊണ്ട് നമുക്ക് ഹരിശ്രീ അശോകനെ ഇക്വേഷനിൽ കൂട്ടാം. സലീം കുമാർ ആവട്ടെ, അദ്ദേഹത്തിന് വൈകായികയുണ്ടെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് കൊണ്ടും ഹ്യൂമർ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന് ബബ്ബയിലൂടെ തെളിയിച്ചതുമാണ്. അങ്ങനെ ഈ സ്ട്രോങ് പില്ലേഴ്സ് പലരും ഇല്ലാതെ തന്നെ CID മൂസ 2 എങ്ങനെയാണ് ജോണി ആൻ്റണി ഒരുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇനി CID മൂസ 2 എന്ന് പറയുന്നത് ഇപ്പോഴൊന്നും കേട്ടുകേൾവി ഉണ്ടായ കാര്യമല്ല. പണ്ട് മുന്നേ തന്നെ രണ്ടാം ഭാഗം എന്ന് പറഞ്ഞ് സ്കോട്ട്ലാൻഡിലേക്ക് പോകുന്ന ഒരു ആനിമേഷൻ ഉൾപ്പെടെ ദിലീപ് പ്രസൻറ്റ് ചെയ്ത ഒരു സാഹചര്യവും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പല പല സംഭവങ്ങളും ഈ CID മൂസ 2 വർഷങ്ങളായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ അനിവാര്യത വന്നത് പുതിയ തമാശകളോ പുതിയ കാര്യങ്ങളോ ഒന്നും ഏൽക്കുന്നില്ല എന്ന് വന്നതുകൊണ്ടാണ്. നിങ്ങൾ ദിലീപിൻ്റെ ഹിറ്റ് റേഷ്യോ എടുത്ത് നോക്കുക. സ്വാഭാവികമായിട്ടും ദിലീപ് ആരാധകർക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ അടുത്തിറങ്ങിയ സിനിമകൾക്കൊക്കെ തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ബബ്ബയ്ക്ക് ഒരു നല്ല ഇനീഷ്യൽ ഉണ്ടായിരുന്നു, പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ആ ഇനീഷ്യൽ ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട്. ഗില്ലി റെഫറൻസ് എന്ന് പറഞ്ഞ് വിജയുടെ സിനിമകൾ കുത്തിക്കയറ്റുക, ലാലേട്ടനെ കൊണ്ടുവരിക, ലാലേട്ടൻ ദിലീപ് കോമ്പിനേഷൻ വർഷങ്ങൾക്ക് ശേഷം പയറ്റി നോക്കി, ഏകദേശം ഒരു 14 വർഷങ്ങൾക്ക് ശേഷം കൊണ്ടുവരികയാണ്. അങ്ങനെ പല പല സംഭവങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഈ ഇനീഷ്യൽ കഴിഞ്ഞതിന് ശേഷം താഴെ പോകുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇനീഷ്യൽ അല്ലാതെ ഒരു സ്റ്റഡി ഗ്രോത്ത്, അവിടെയാണല്ലോ ഈ ഫാമിലി ഓഡിയൻസ് വരുന്നത്. ഈ ഇനീഷ്യൽ എന്ന് പറയുന്നത് ഫാൻസ് ഉണ്ടാക്കുന്നതാണ്, ബാക്കി സ്റ്റഡി ഗ്രോത്ത് ഫാമിലി ഓഡിയൻസിൻ്റെതാണ്. ആ ഫാമിലി ഓഡിയൻസിൻ്റെ സ്റ്റഡി ഗ്രോത്ത് ബബ്ബയിൽ കാണാൻ സാധിച്ചില്ല. അതായത് ഫാമിലി ഓഡിയൻസ് ദിലീപിൻ്റെ സിനിമകളിൽ നിന്ന് മാറി നിൽക്കുകയാണെന്നുള്ള ചോദ്യമാണ്. അവിടെയാണ് പിള്ളേരെയും കൂടെ ചാക്കിലിട്ട് പിടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി CID മൂസയുടെ രണ്ടാം ഭാഗത്തിലേക്ക് വരുന്നത്. ഇപ്പോൾ CID മൂസ ആദ്യം ഇറങ്ങിയത് 2003 ഇപ്പോൾ 2027 രണ്ടാം ഭാഗം വരുമെന്ന് സംവിധായകൻ തന്നെ പറയുമ്പോൾ 24 വർഷങ്ങൾക്ക് ശേഷമാണ് സംഭവിക്കുന്നത്. അന്ന് ചെറുപ്പക്കാരായ പയ്യർ ഇപ്പോൾ കല്യാണം കഴിച്ച് അവർക്കും ചില മക്കളും ഉണ്ടായേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമ വരികയാണെങ്കിൽ CID മൂസയുടെ കൾട്ട് ഫാൻ ബേസ് ഉണ്ട്, ദ കോർ ഫാൻസ്, അവർ രണ്ടാം ഭാഗത്തിലേക്ക് വരും. ചിലപ്പോൾ അവരുടെ മക്കളുമായിട്ട് വരും. അതൊരു തലമുറ ഷിഫ്റ്റായിട്ടും കൂടി കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ജോണി ആൻ്റണി ദിലീപും എത്തുന്നത് എന്ന് പറയണം. ഉദയകൃഷ്ണ CBK തോമസ് ആണ് CID മൂസ എന്ന സിനിമയുടെ തിരക്കഥാകൃത്തുകൾ. ഇപ്പോൾ പുലിമുരുകന് ശേഷം ഉദയകൃഷ്ണ വേറെ, CBK തോമസ് വേറെ എന്നുള്ളതാണ്. ഇൻഡിപെൻഡൻറ്റ് റൈറ്ററായിട്ട് ഉദയകൃഷ്ണൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ CID മൂസയുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സ് ഇങ്ങനെയായിരിക്കും. ഒരുപാട് ചോദ്യങ്ങൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതൽ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സും കൂടെയുള്ള നടന്മാരും ഒക്കെക്കാൾ കൂടുതൽ ദിലീപ് എന്ന നടൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ ഇതല്ലാതെ മറ്റ് മാർഗമില്ല എന്നതിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. അവിടെയാണ് ഒരു ഘട്ടത്തിൽ ജനപ്രിയ നായകൻ എന്ന ടാഗ് ലൈൻ വെച്ച് തിയേറ്ററുകളിൽ ആളെ കയറ്റാൻ പറ്റുമെന്ന് കരുതിയിരുന്ന ഒരു നടൻ്റെ ഡൗൺഫോൾ നമ്മൾ കാണുന്നത്. അവിടെ നിന്നുകൊണ്ടാണ് പുതിയ പുതിയ സ്ക്രിപ്റ്റുകൾ ഏൽക്കാതെ പുതിയ പുതിയ സംവിധായകരുടെ പരീക്ഷണങ്ങൾ പോലും വർക്കാവാതെ വന്നിട്ട് അവസാനം വീണ്ടും താൻ ചെയ്തു വെച്ച ഐക്കോണിക് സിനിമയുടെ രണ്ടാം ഭാഗത്തിലേക്ക് കൊണ്ടെത്തിക്കാമെന്ന് വരുന്നത്. ദിലീപ് ഇതുവരെ തൻ്റെ കരിയറിൽ ഇതുവരെ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം അറ്റംപ്റ്റ് ചെയ്തിട്ടേ ഇല്ല. ഇതുവരെ അവിടെ നിന്നുകൊണ്ട് താൻ ഫോഴ്സ്ഡ് ആവുകയാണ് ഒരു ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളത്. കാരണം പുതിയ പരീക്ഷണങ്ങൾ, പുതിയ തമാശകൾ ഒന്നും തന്നെ ആളുകളിലേക്ക് വർക്കാവുന്നില്ല. അപ്പോൾ ഐക്കോണിക് ആയിട്ടൊരു സാധനം എടുത്തു വെച്ച് പരീക്ഷിക്കാമെന്നതാണ് ആ തീരുമാനത്തിന് പിന്നിൽ എന്നുള്ളതും വ്യക്തമാണ്. തകർന്നു പോയ ഫാൻ ബേസും കളഞ്ഞിട്ട് പോയ ആ ഫാൻസിനെയും തിരികെ പിടിക്കാനുള്ള ദിലീപിൻ്റെ അവസാനത്തെ ആണിയാണ് CID മൂസയുടെ രണ്ടാം ഭാഗം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.